പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. യേശുവിന് നന്ദി. ഇന്ന് ഷെയർ ചെയ്യുന്ന വചനഭാഗം സഖറിയ 10 6 മുതലുള്ള വാക്യങ്ങൾ. സഖറിയ 10 6 മുതലുള്ള വാക്യങ്ങൾ. ഇത് ഞാൻ തിരഞ്ഞെടുക്കുന്ന വചനഭാഗങ്ങളല്ല. എൻ്റെ പ്രാർത്ഥനയുടെ ഇടയിൽ കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്ന വചന ഭാഗങ്ങളാണിവ. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ നോയമ്പ് തുടങ്ങിയതിന് ശേഷം കർത്താവ് കാണിച്ചു തരുന്ന വചനങ്ങളെല്ലാം രക്ഷയുടെ വചനങ്ങളാണ്. അതുപോലെ തന്നെ പശ്ചാത്തപിക്കുവിനെന്ന് പറയുന്ന വചനങ്ങളും പശ്ചാത്തപിച്ചാൽ രക്ഷ പ്രാപിക്കാം എന്ന കർത്താവിൻ്റെ വാഗ്ദാനം അടങ്ങിയ വചനങ്ങളുമാണ് ഈ നോയമ്പ് കാലം തുടങ്ങിയ അന്ന് മുതൽ കർത്താവ് വെളിപ്പെടുത്തി തരുന്നത്. ഇന്നത്തെ വചനം സഖറിയ 10 രക്ഷയുടെ വാഗ്ദാനം. വൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. കുലവിഗ്രഹങ്ങൾ വിഡ്ഢിത്തം പുലമ്പുന്നു. ഭാവി പറയുന്നവർ വ്യാജം ദർശിക്കുന്നു. സ്വപ്നക്കാർ കപട സ്വപ്നങ്ങൾ വിവരിച്ച് പൊള്ളയായ ആശ്വാസം പകരുന്നു. അതുകൊണ്ട് ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ പീഡനമേറ്റ് അലയുന്നു. കുലവിഗ്രഹങ്ങൾ വിഡ്ഢിത്തം പുലമ്പുന്നു. ഭാവി പറയുന്നവർ വ്യാജം ദർശിക്കുന്നു. സ്വപ്നക്കാർ കപട സ്വപ്നങ്ങൾ വിവരിച്ച് പൊള്ളയായ ആശ്വാസം പകരുന്നു. അതുകൊണ്ട് ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ പീഡനമേറ്റ് അലയുന്നു. ഇടയന്മാരുടെ നേരെ എൻ്റെ കോപം ജ്വലിച്ചിരിക്കുന്നു. നേതാക്കന്മാരെ ഞാൻ ശിക്ഷിക്കാം. ഒരുപക്ഷെ ഇന്നത്തെ സഭയ്ക്ക് നൽകുന്ന താക്കീത് തന്നെയാണ്. വീണ്ടും കർത്താവ് പറയുന്നു 6 വാക്യത്തിൽ, ഞാൻ യൂദാ ഭവനത്തെ ബലപ്പെടുത്തുകയും ജോസഫിൻ്റെ ഭവനത്തെ രക്ഷിക്കുകയും ചെയ്യും. അവരുടെ മേൽ അലിവ് തോന്നി ഞാൻ അവരെ തിരിച്ച് കൊണ്ടുവരും. ഞാൻ ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ലാത്തവരെ പോലെ ആയിരിക്കും അവർ. ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്. ഞാൻ അവർക്ക് ഉത്തരമരുളും. എഫ്രായിം വീരയോദ്ധാവിനെ പോലെയാകും. വീഞ്ഞുകൊണ്ടെന്ന പോലെ അവരുടെ ഹൃദയം ആനന്ദിക്കും. അവരുടെ മക്കൾ അത് കണ്ട് സന്തോഷിക്കും. അവരുടെ ഹൃദയം കർത്താവിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. വീണ്ടും 12 വാക്യത്തിൽ പറയുന്നു, ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും. അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും. നമ്മൾ കർത്താവിൽ ബലപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ദൃഢതയുള്ളതാണോ? അതോ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്ന അത്ര
വീക്കായിട്ടുള്ള ബന്ധമാണോ നമുക്ക് കർത്താവായിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ ഒരു ദൃഢമായ ബന്ധത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. കർത്താവ് വിശ്വസ്തനാണ്. നമ്മൾ വിശ്വസ്തരാണോ എന്ന കാര്യം മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ മറ്റെല്ലാത്തിനേക്കാൾ ഉപരി കർത്താവിനാണോ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ ഈ വചനമൊക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ വരുമ്പോൾ, ഇന്ന് ചെയ്യണ്ട, ടുഡേ യു ആർ ടയർഡ്, യു ആർ നോട്ട് വെൽ, ഇതിപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ ഏറ്റിട്ടുണ്ടോ? നാളെ ചെയ്താലും പോരെ? എന്തൊക്കെ രീതിയിലുള്ള ഇത് ചെയ്യാതിരിക്കാനുള്ള എന്തെല്ലാം രീതിയിലുള്ള പ്രലോഭനങ്ങളാണ് എനിക്ക് തന്നെ നേരിടേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ നമ്മുടെ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം, ഒരു ദൃഢമായ ബന്ധത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. അപ്പോൾ അതിന് കർത്താവ് നമുക്ക് കരുതി വച്ചിരിക്കുന്ന സമ്മാനം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ലാത്തവരെ പോലെ ആയിരിക്കും അവർ. ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്. ഞാൻ അവർക്ക് ഉത്തരമരുളും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. എഫ്രായിം വീരയോദ്ധാവിനെ പോലെയാകും, ശക്തരാകും. വീഞ്ഞുകൊണ്ടെന്ന പോലെ അവരുടെ ഹൃദയം ആനന്ദിക്കും. വേറെ വീഞ്ഞൊന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവിൻ്റെ ബലം അല്ലെങ്കിൽ കർത്താവ് അയക്കുന്ന പരിശുദ്ധാരൂപി വന്നു കഴിയുമ്പോൾ വീഞ്ഞുകൊണ്ടെന്ന പോലെ അവരുടെ ഹൃദയം ആനന്ദിക്കും. അവരുടെ മക്കൾ അത് കണ്ട് സന്തോഷിക്കും. അവരുടെ ഹൃദയം കർത്താവിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അപ്പോൾ വെറുതെ ഈ നാമമാത്ര ക്രിസ്ത്യാനികളായി ജീവിക്കാതെ യഥാർത്ഥ ക്രിസ്ത്യാനികളായി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി, ആരാധിക്കുന്ന ക്രിസ്ത്യാനികളായി നമുക്ക് നമുക്ക് ഉയരാം, അല്ലെങ്കിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ പുരോഗമിക്കാം. കർത്താവ് അതിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കർത്താവ് സങ്കീർത്തനം 107 41 അധ്യായം. എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനത്തിൽ നിന്ന് കരകയറ്റി, ആട്ടിൻപറ്റത്തെ എന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു. പരമാർത്ഥ ഹൃദയർ ഇത് കണ്ട് സന്തോഷിക്കുന്നു. ദുഷ്ടർ മൗനം പാലിക്കുകയും ചെയ്യുന്നു. വിവേകമുള്ളവർ ഇത് ശ്രദ്ധിച്ച് ഗ്രഹിക്കട്ടെ. മനുഷ്യർ കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ. മനുഷ്യർ കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ കർത്താവ് നമ്മളെ ഒരു ആനന്ദാതിരേകത്തിൽ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ രണ്ട് കൈ നീട്ടി വിളിക്കുന്നു. നമ്മളാകെ കൂടി ചെയ്യേണ്ടത് ആ ക്ഷണം സ്വീകരിക്കുക എന്നതാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുവിൻ്റെ മാഹാത്മ്യം അനുഭവിച്ചവരാണോ? ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചവരാണ്? ക്രിസ്തുവിൻ്റെ കരുണ അനുഭവിച്ചവരാണ്? അതോ
വെറുതെ നാമമാത്ര ക്രിസ്ത്യാനികളായി ജീവിച്ച് പോവുകയാണ്. ഒരു ധ്യാനാത്മകമായ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിന് പൂർണ്ണമായി നമ്മൾ സറണ്ടർ ചെയ്താൽ, അതല്ലേ പറയുന്നത്, ശിഷ്യന്മാരെ അയച്ചു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ 2 വസ്ത്രമൊന്നും എടുക്കണ്ട, ഒരു വസ്ത്രം എടുത്താൽ മതി, ഒരു വടിയും ചെരുപ്പോ പേഴ്സോ ഒന്നും എടുക്കരുത്. നിങ്ങൾ എന്നെ വിശ്വസിച്ച് എന്നിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ആ മുക്കുവന്മാരായ സാധാരണ മനുഷ്യർക്ക് വന്ന മാറ്റങ്ങൾ, അവർക്ക് വന്ന ശക്തി, അവർ ചെയ്ത അത്ഭുതങ്ങൾ, ക്രിസ്തു നമ്മൾക്കും ദൈവ മക്കളാകാൻ അവസരം തന്നിരിക്കുന്നു. ആ ഒരു ശക്തിയിലേക്കും ആ ഒരു സ്റ്റാറ്റസിലേക്ക്, ആ ഒരു ലെവലിലോട്ട് കർത്താവ് നമ്മളെ വിളിക്കുന്നു. അപ്പോൾ വെറുതെ ഈ ആചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും നീണ്ട പ്രാർത്ഥനകളിലും ഒക്കെ വെറുതെ മുഴുകിപ്പോയി ക്രിസ്തുവിനെ കാണാതെ ഇരിക്കരുതേ എന്ന് എനിക്ക് പറയാനുള്ളൂ. ക്രിസ്തുവിനെ അനുഭവിക്കണമെങ്കിൽ ക്രിസ്തു പറഞ്ഞതുപോലെ വിജനപ്രദേശത്തോ മുറിക്കുള്ളിലോ അടച്ചിട്ടിരുന്ന് ക്രിസ്തുവുമായി ആശയവിനിമയം നടത്തി ധ്യാനിച്ച് കർത്താവിൻ്റെ വചനത്തിലൂടെ ക്രിസ്തു പറയുന്നത് ശ്രവിച്ച് അത് ജീവിതത്തിൽ പകർത്തി അനുദിനം ക്രിസ്തുവിനെ പോലെ ആകുവാൻ വെമ്പൽ കൊള്ളുന്ന ക്രിസ്ത്യാനികളെയാണ് ക്രിസ്തു ആഗ്രഹിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം പറഞ്ഞത്, വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്ന ക്രിസ്ത്യാനി. ആ വചനം നമ്മളിൽ ജ്വലിക്കുന്നുണ്ടോ? അതിനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ വെപ്രാളമടിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് ദൈവവുമായി ആശയവിനിമയം നടത്തുവാൻ നമുക്ക് അതിനുള്ള ഒരു തുറവിയും എളിമയും വിവേകവും ഒക്കെ ഉണ്ടാകട്ടെ. ആ ക്ഷണം നിലനിൽക്കും. അവൻ വിശ്വസ്തനാണ്. അവൻ്റെ ക്ഷണം എപ്പോഴും നിലനിൽക്കും. നമ്മൾ പാപമെല്ലാം കഴുകിക്കളഞ്ഞ് വെണ്മയുള്ള വസ്ത്രമെല്ലാം ധരിച്ച് അവൻ്റെ വിരുന്നിലേക്ക് കയറി ചെല്ലുക മാത്രം ചെയ്താൽ മതി. നമ്മളെ സ്വീകരിക്കാൻ നമ്മുടെ അബ്ബാ പിതാവ് അവിടെ കാത്തിരിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനാധിഷ്ഠിതമായ ജീവിതത്തിൽ, അതിൻ്റെ ലഹരിയിൽ, അതിൻ്റെ സന്തോഷത്തിൽ, അതിൻ്റെ സൗഭാഗ്യത്തിൽ ആറാടി തീപിടിച്ച ക്രിസ്ത്യാനികളായി ജീവിക്കുവാനുള്ള വരപ്രസാദം കർത്താവ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. അത് സ്വീകരിക്കുവാനുള്ള വിവേകം നമുക്ക് ഉണ്ടാകട്ടെ. ആമേൻ.